ഹലോ, വെൽക്കം ബാക്ക് ടു നിയാസാറാസ് കുക്ക് ബുക്ക്. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ബീഫ് പെപ്പർ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിന് മുമ്പായിട്ട് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ബീഫ് പെപ്പർ റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് തക്കാളിയും മുറിച്ച് വെച്ചിട്ടുണ്ട്. ഒരു 15-20 ചെറിയ ഉള്ളി ചതച്ച് വെച്ചിരിക്കുകയാണ്. ചെറിയ ഉള്ളി കുറച്ച് അധികം എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതെടുത്തിട്ടുണ്ട്. ഒരു 4 പച്ചമുളക് ചതച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില. അപ്പോൾ ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കുകയാണ്. ഇവിടെ ഞാൻ ഏകദേശം ഒരു 3/4 കിലോ 750 ഗ്രാമോളം ബീഫാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കുക്കറിലേക്ക് ബീഫെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മറ്റ് ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കാം. മുറിച്ച് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ 4 പച്ചമുളക് ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി, തക്കാളി, അതുപോലെ തന്നെ കറിവേപ്പില ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിരിക്കുന്നത് 2 ടേബിൾ സ്പൂണാണ്. അപ്പോൾ അതിൽ നിന്ന് പകുതി മാത്രം ചേർത്ത് കൊടുക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ ഇപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ്. ബാക്കി പകുതി നമുക്ക് പിന്നീടത്തേക്ക് വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ്. 1.5 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ചേർത്തിരിക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. ഇതാകുമ്പോൾ വലിയ എരിവുണ്ടാവില്ല. നമുക്കിതിൽ മെയിനായിട്ട് കുരുമുളകും അതുപോലെ തന്നെ പച്ചമുളകിൻ്റെ ആ ഒരു ടേസ്റ്റാണല്ലോ മുന്നിട്ട് നിൽക്കേണ്ടത്. ഇനി ഞാനിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ചേർക്കുന്നത് ഉപ്പാണ്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുരുമുളക് ചതച്ചെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്, പൊടിയായിട്ടല്ല. ഒന്ന് ചതച്ചെടുത്ത് ചേർത്ത് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കണം. ഈ മസാലയും മീറ്റും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആകുന്ന വിധത്തിൽ കൈ വെച്ച് ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കണം. ഇപ്പോൾ ഞാനിവയെല്ലാം കൂടെ നന്നായി തിരുമ്മിയെടുത്ത് യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് വേവിച്ചെടുക്കാൻ പോവാണ്. ഒരു 5 വിസിലിനാണ് വേവിച്ചെടുക്കുന്നത്. ഇപ്പോൾ ഞാനിത് വേവിച്ചെടുക്കാൻ നേരത്ത് ഇതിൽ വെള്ളം ഒട്ടും ചേർത്തിട്ടില്ല. ഈ മീറ്റിൽ നിന്ന് വെള്ളം വരും എന്തായാലും, അതുകൊണ്ട് തന്നെ ഞാൻ വെള്ളം ചേർക്കുന്നില്ല. ഇനി വെള്ളം ചേർക്കണമെന്ന് തോന്നുന്നവർക്ക് ഒരു 1/4 കപ്പ് വെള്ളം ചേർക്കാവുന്നതാണ്. അപ്പോൾ ഒട്ടും വെള്ളം ചേർക്കാതെ ഞാനിതൊന്ന് വേവിച്ചെടുക്കുകയാണ്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എണ്ണ നന്നായി ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു സവാള കനം കുറച്ചരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാള ഒരു ലൈറ്റ് ബ്രൗൺ കളറാവുന്നത് വരെ വഴറ്റിയെടുക്കണം. ഇപ്പോൾ സവാള ഞാൻ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിരുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കുകയാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് പച്ചമുളകാണ്. 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഒരു ചെറിയ തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ആ തക്കാളി ഒന്ന് വാടി കിട്ടുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതൊരു നാടൻ ഡിഷ് ആയതുകൊണ്ട് തന്നെ ഇതിൽ പുതിന മല്ലിയിലൊന്നും ചേർക്കുന്നില്ല, കറിവേപ്പില മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഞാനിതിലേക്ക് ചേർക്കാൻ പോകുന്നത് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫാണ്. ഇതിപ്പോൾ 5 വിസിലിന് വേവിച്ചെടുത്തതാണ്. അപ്പോൾ ബീഫിലൊട്ടും വെള്ളമൊന്നും ഇല്ലാതെയാണ് കേട്ടോ ഞാൻ വെച്ചത്. അതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളമൊന്നും വന്നിട്ടൊന്നുമില്ല. ഈ ഒരു ലെവലിലാണ് വന്നിരിക്കുന്നത്. ഇനി ഞാനിത് മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഈ സമയം തന്നെ ഇതിൻ്റെ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഇനി ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. ഒപ്പം തന്നെ ഒരു 2 ടീസ്പൂൺ ചതച്ചെടുത്ത കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇവയെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇപ്പോൾ നമ്മുടെ ബീഫ് പെപ്പർ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു ഡിഷിൽ മെയിനായിട്ട് മുന്നിട്ട് വെക്കുന്നത് ആ ഒരു കുരുമുളകിൻ്റെയും പച്ചമുളകിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ആയിരിക്കും. കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഒരു ഡിഷാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ ആ ബെൽ ഐക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ. താങ്ക് യു ഫോർ വാച്ചിങ്.